ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ തന്നെയാണ്. ഒരു ഇടക്കാലം കൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹെയർ കെയറിങ് വീഡിയോ ആണ് കേട്ടോ. ഹെയർ കെയർ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധനം ഓർഡർ ചെയ്ത് മേടിച്ചായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസ്മേരി ലീവ്സ് ആണേ. അപ്പം ഇതെൻ്റെ കെട്ടിയവൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ് കേട്ടോ. ഇപ്പം കെട്ടിയവൻ്റെ മുടി വീഴ്ചയിലൊക്കെ കുറവുണ്ട്. ഞാൻ അത് കാണിക്കാമായിരുന്നു, പക്ഷേ ആദ്യമായിട്ടുള്ള, അതായത് പൊഴിയുന്നതിന് മുമ്പുള്ളതും പൊഴിഞ്ഞതിന് ശേഷമുള്ളതും എടുത്തു വെച്ചിട്ടില്ല. അല്ലായിരുന്നേ ഞാൻ കാണിക്കായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഒരു ചെറിയ അളവിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം നമുക്ക് വറ്റിക്കേണ്ടതാണ്, കുറച്ച് വറ്റിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലീവ്സ് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ച് ഒരു പരുവാകുമ്പോഴത്തേനും നമ്മളൊരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് തിളയ്ക്കണം കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേനും ആ ലീവ്സിൻ്റെ ഒരു കളർ അതിലോട്ട് വരും. എന്നിട്ട് വേണം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ടാണ് കേട്ടോ നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഇത് കുറേ ആയിട്ട് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനൊരു ഇടക്കാലം കൊണ്ട് അത് നിർത്തിയായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആറി കഴിയുമ്പോൾ നമുക്കത് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. അത് നമുക്ക് അരിച്ചെടുത്താണ് നമ്മൾ കുപ്പിയിലോട്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീവ്സ് ഒന്നും വീഴാതെ തന്നെ നമ്മൾ കുപ്പിക്കകത്തോട്ട് ആക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഒഴിക്കുമ്പോൾ 2-3 വീഴുന്നുണ്ട്. അത് ഞാൻ എന്നായാലും മാറ്റും കേട്ടോ. കാരണം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ആ ഹോളിൻ്റെ ഇടയ്ക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പ്രേ ചെയ്യുമ്പോഴത്തേനും ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇതില്ലാണ്ട് അരിച്ചാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് വേറെ ഒരു ഇതിലോട്ട് ആക്കിയിട്ട് സെറ്റാക്കി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു യെല്ലോ കളറിലാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടുന്നത്. ഒരാഴ്ച യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നത്. നമുക്കിത് എപ്പോൾ വേണേലും അപ്ലൈ ചെയ്യാവുന്നൊരു സാധനമാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത്. കാരണം ഇത് പെട്ടെന്ന് അബ്സോർബായി പോകും. നമ്മൾ കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തോ എപ്പോൾ വേണേലും നമുക്കിത് മുടിയുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോരോ മുടികൾ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഇതുണ്ട് ചീറ്റുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ മുടിയിലോട്ടത് ഓക്കെ ആയിക്കോളും, ചേർന്നോളും. അപ്പം ഞാൻ കുറച്ചൊക്കെ ഓൾറെഡി എൻ്റെ മുടി നനഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. ശരിക്കും ഉണങ്ങിയിട്ടില്ല, ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെയും കൂടി ഇരുന്നിട്ട് ഡ്രൈ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് തൂക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നനഞ്ഞ മുടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ടിട്ട് ബാക്ക് വശത്തൊന്നും ഇങ്ങനെ തൂക്കുന്നില്ല. ജസ്റ്റ് ഞാനൊന്ന് ഫ്രണ്ടിലും ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം എൻ്റെ കെട്ടിയവന് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പിന്നെ ഇടക്കാലം കൊണ്ട് നിർത്തിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണേ, ഇല്ലായിരുന്നെങ്കിൽ എനിക്കും നല്ല റിസൾട്ട് കിട്ടിയതിനായിരുന്നു. ഞാനൊരു ഒരാഴ്ച ഉപയോഗിച്ചിട്ട് ഞാൻ നിർത്തിയായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ മടിയായിപ്പോയി, ഉണ്ടാക്കാനും മടിയായിപ്പോയി. പക്ഷേ കെട്ടിയവന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചേട്ടായുടെ മുടി വീഴ്ചയിൽ ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞപ്പോൾ എന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്നുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് ചേട്ടായിക്ക് ഉണ്ടാക്കിയും കൂടെ വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്തും കൂടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മുടിയുടെ പുറകിലും കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഈ മുടി വളരാനുള്ളതും അല്ലെങ്കിൽ മുടി വീഴ്ചയിലൊക്കെ നിൽക്കാനുള്ള സാധനങ്ങൾ മാത്രം ഇങ്ങനെ ട്രൈ ചെയ്താൽ പോരാ. നമ്മുടെ ഭക്ഷണക്രമത്തിലും നമ്മുടെ വെള്ളം കുടിക്കുന്നതിലും എല്ലാത്തിലും നമ്മൾ നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്തിൻ്റെയും കുറവുണ്ടോയെന്നോ HBയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോയെന്നൊക്കെ നോക്കണം കേട്ടോ. ഇപ്പോൾ വന്ന് എൻ്റെ മുടിയുടെ അവസ്ഥ ഇതാണ് ഗൈസ്. ഒട്ടും ഇല്ലാണ്ടായിപ്പോയി. കാരണം എനിക്കറിയത്തില്ല എന്താണെന്ന്. എനിക്ക് വൈറ്റമിൻ്റെ കുറവുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയും മുടി പോയത്. ഇന്ന് രാവിലെ മുടിയുടെ അറ്റം കൂടെ കട്ട് ചെയ്ത് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലും ഇപ്പം ഇറക്കം കുറഞ്ഞ പോലെ തോന്നുന്നത്. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിട്ട് മുടി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുന്നുണ്ടേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.